ഓൺലൈൻ വായ്പാ ഗെയിം ബെറ്റിംഗ് ആപ്പ് കമ്പനികൾ ചൈനയിലേക്ക് കടത്തിയത് 4000 കോടി രൂപയുടെ കള്ളപ്പണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിദേശ നിക്ഷേപങ്ങൾ കടലാസ് സോഫ്റ്റ്വെയർ കമ്പനികളുടെ മറവിലെന്നാണ് കണ്ടെത്തൽ. ബെറ്റിംഗ് ആപ്പ് കമ്പനികളുടെ കേരളത്തിലെ അക്കൗണ്ടുകൾ നിയന്ത്രിച്ച ഫോർട്ട് കൊച്ചി സ്വദേശി റാഫേൽ ജെയിംസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടയിലാണ് പുതിയ വിവരങ്ങൾ ലഭിച്ചത്. ഓൺലൈൻ ബെറ്റിംഗ് ഗെയിം ആപ്പുകൾ വഴി സ്വരൂപിച്ച പണം കടലാസ് കമ്പനികളുടെ മറവിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയെന്ന് ഇഡി ആരോപിച്ചിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് 4000 കോടി രൂപയുടെ കള്ളപ്പണം ചൈനയിലെ കടലാസ് കമ്പനികളിലേക്ക് കടത്തിയെന്ന കണ്ടെത്തൽ. വ്യാജ IT സോഫ്റ്റ്വെയർ കമ്പനികൾ രൂപീകരിച്ചായിരുന്നു പണമിടപാടുകൾ. കള്ളപ്പണം സിംഗപ്പൂരിലേക്ക് കടത്തി ക്രിപ്റ്റോ കറൻസി രൂപത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് കമ്പനികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്നതിൽ മുഖ്യകണ്ണി ഫോർട്ട് കൊച്ചി സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോ ആണെന്നാണ് ഇഡിയുടെ ആരോപണം. റാഫേൽ ജെയിംസ് റൊസാരിയോ കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. ആപ്പുകൾ വഴി തട്ടിയെടുത്ത പണം കേരളത്തിലെ ബാങ്കുകളിൽ വ്യാജ പേരിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കി നിക്ഷേപിച്ച ശേഷം ചെന്നൈ, ബംഗളൂരു, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിലെ കടലാസ് കമ്പനികളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ വിദേശത്തെ ബാങ്കുകളിലേക്ക് കടത്തിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നേരത്തെ ഡൽഹി, ഹരിയാന അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലായി നടത്തിയ റെയ്ഡിന് പിന്നാലെ വായ്പാ ഗെയിം ആപ്പ് കമ്പനികളുടെ 123 കോടി രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. കേരളത്തിലും ഹരിയാനയിലുമായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടർച്ചയായാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച പരിശോധനകളിലേക്ക് ഇഡി കടന്നത്. കൊച്ചിയിൽ നിന്ന് SS ശരൺ, മീഡിയ 1.